ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഗാർഡൻ വീഡിയോ തന്നെയാണ്. അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സമ്മറിൽ എടുത്തു വച്ചിരുന്ന വീഡിയോ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അതങ്ങനെ വിട്ടുപോയി. പിന്നെ ഇപ്പോൾ വീഡിയോക്കൊക്കെ ചെറിയൊരു ക്ഷാമം വന്നപ്പോൾ പൊടി തട്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ചൂട് ഭയങ്കരമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഓരോരോ വീഡിയോയ്ക്കൊക്കെ വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്ത് വച്ചിരുന്നതാണ്. പക്ഷെ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഞാൻ സീറോ കോസ്റ്റ് ഫെർട്ടിലൈസർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ സീറോ കോസ്റ്റ് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വേസ്റ്റ് ആയിട്ട് വരുന്ന കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഫ്രഷ് വാട്ടർ തന്നെ ഡെയിലി നനച്ചു കൊടുക്കും. അത്രയൊക്കെ തന്നെ ഞാനും ചെയ്യാറുള്ളൂ കേട്ടോ. കെമിക്കൽ ഫെർട്ടിലൈസർ ഞാനും ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസർ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും. നമ്മൾ ആ ഒരു 2-3 വർഷം ഒരു പുതിയ പ്ലാന്റ് വെച്ചതിന് ശേഷം 2-3 വർഷമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ തരും. പിന്നെ ചെടിയുടെ ലൈഫ് ഇങ്ങനെ കുറഞ്ഞ് വരും. പിന്നെ അത് ഉണങ്ങിയൊക്കെ പോകും. പക്ഷെ നമുക്ക് ഇതുപോലെ ഓർഗാനിക് ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു അളവിലൊന്നും ചെറിയ വ്യത്യാസങ്ങൾ കുറച്ച് കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒന്നും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓർഗാനിക് ഫെർട്ടിലൈസർ. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ പൈസ കൊടുത്ത്, ചിലർക്കും അങ്ങനെ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് പൂക്കൾ ചെടികൾക്കൊന്നും ചിലവാക്കാനൊന്നും താല്പര്യം ഇല്ലാത്തവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ വളങ്ങളൊക്കെ തന്നെ ധാരാളം മതി. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും കേട്ടോ. ഉഷമല്ലിൽ കാണാൻ നല്ല ഭംഗിയല്ലേ, അതായത് വിങ്ക പ്ലാന്റ്. ഇപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിങ്ക പ്ലാന്റിൻ്റെ ഒരു കളർ അല്ലെങ്കിൽ 2 കളർ. ഇപ്പോൾ ഇഷ്ടം പോലെ വിങ്ക പ്ലാന്റ് നഴ്സറികളിലും കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ കളേഴ്സിൽ വരുന്നുണ്ട്. അതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ കമ്പ് കുത്തി പിടിപ്പിക്കാനും പറ്റും. പിന്നെ മഴ ഇതിനൊട്ടും സ്യൂട്ടബിൾ അല്ല. മഴയില്ലാത്ത ഭാഗത്ത് വേണം ഇത് നടാനായിട്ട്. സമ്മറിൽ കുഴപ്പമില്ല, സമ്മറിൽ എവിടെ വേണമെങ്കിലും ഇരുന്നുള്ളൂ. മഴ സമയത്ത് ഇതിനെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. വിങ്ക പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫേവറേറ്റാണ്. പല കളറിലും 1-2 ചെടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ വിത്ത് തനിയെ വീണിട്ട് പല കളേഴ്സും നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. പൂക്കൾ വിരിഞ്ഞാൽ ഒരുപാട് നാൾ അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.